ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശുക്കുട്ട നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോഴും ഉറക്കമാണ്. ആശുവിൻ്റെ ഉറക്കം കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഓണമൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നു ഒരു ഓണപ്പരിപാടി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ അന്ന് ഉണ്ടായ ഓണപ്പരിപാടിയേക്കാളും ഒരുപാട് ആളുകൾ കൂടുതലായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓണവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ചുമ്മാ ഒരു വീഡിയോ പിടിക്കാമെന്ന്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ല കേട്ടോ വീഡിയോ പിടിക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചാലോ എന്നൊരു ആലോചന. ഹരിയേട്ടൻ ഇപ്പോൾ ഓൾറെഡി പുറത്ത് പോയേക്കാണ്. അപ്പോൾ വന്ന് കഴിയുമ്പോൾ ചോദിച്ചു നോക്കണം പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കരാമേക്കോടെ രാത്രി ഒന്ന് പോവാം. ഇപ്പോൾ അതിൻ്റെ ഏട്ടന് ലീവായതുകൊണ്ട് നാളെ ഓഫീസിൽ പോകണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ സമയമുണ്ട്. ശരിക്കും വീക്കെൻഡാണ് കരാമയിൽ നല്ല രസമുള്ളത്. ഇതിപ്പോൾ വീക്കെൻഡല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു ഡിന്നർ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വെറുതെ കരാമ പാർക്കിലേക്ക് ഒന്ന് പോയി നോക്കാം. ആശുപത്രി ഇപ്പോൾ ഓൾറെഡി ഉറങ്ങിയോണ്ട് ഇനിയിപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഉറങ്ങുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ പോയാലോ? അപ്പോൾ അരിയേട്ടൻ വരട്ടെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വന്ന അരിയേട്ടൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങോട്ട് ഉണ്ടാവും. അതല്ല എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഹരിയേട്ടൻ വരാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഹരിയേട്ടൻ വന്നു കേട്ടോ. അപ്പം ബാൽക്കണിയില്ല വന്നു. ആശുക്കുട്ട അപ്പോഴോട് ചോദിച്ചു നോക്കാം, ഇതാരാണ്? സൂര്യയാണോ എമിലിയാണോ? ആഷിൻ്റെ ടോയാണ്, പില്ലോൻ്റെ പേരാണ് എമിലി. ഹലോ, എന്താ അവിടെ? അതെ, പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ? ശരിക്കും ഞാൻ എന്തായാലും നൈറ്റ് നൂഡിൽസ് ആക്കാന്ന് വിചാരിച്ചു. കഷ്ടം. ലോ 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 ഞാൻ വീഡിയോ പിടിക്കാം. എന്നിട്ട് നമുക്ക് കരാമ പാർക്കിൽ പോയാലോ രാത്രി? പക്ഷെ ആളുണ്ടാവോ വീക്കെൻഡ് അല്ലാത്തോണ്ട്? ഞാൻ കാണാത്തയാണല്ലോ. അപ്പോൾ സക്സസ്. അപ്പോൾ വീഡിയോ നമുക്ക് തുടരാം. അപ്പോൾ ഞങ്ങൾ റെഡി ആവട്ടെ. ആൾക്ക് പിന്നെ എവിടെ പോയാലും ഒരു സെറ്റ് ടോയ് എടുത്ത് ബാഗിലിട്ട് പിടിക്കണം, അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. JCB, ടിപ്പർ, കാർ ഇതെല്ലാം ഉണ്ട് വണ്ടിയുടെ അകത്ത്. ഇനി ഞങ്ങൾ ആരും പുറത്തിറങ്ങണ്ട വെച്ചിട്ട് ഞങ്ങളെല്ലാവരും തല നിറയെ എണ്ണയൊക്കെ വെച്ച് ഇരുന്ന ദിവസമാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും അവിടെ വരാറുള്ളതാണ്, നല്ല ഫുഡാണ്. അപ്പോൾ ഇന്നും നമ്മളിവിടെ തന്നെ വന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കടവിലേക്കൊക്കെ പോകണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകണില്ല. അപ്പോൾ നമുക്ക് ഇവിടെ കയറാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാഗ് മുകളിൽ വെക്കണ, സീറ്റിൽ മുകളിൽ വെക്കും ബാഗ്. എന്താ വെയിറ്റ് ഉണ്ടോ? താങ്ക് യു. നൂഡിൽസോ? ആശുന നൂഡിൽസ് വേണോ? മൂന്നെണ്ണം ഒരുമിച്ച് വന്നത്. നല്ലതായിരുന്നു അല്ലേ? അതെ, അവന് മനസ്സിലായി പേര്. എന്നാൽ അത് പറയാല്ലേ, പിന്നെ ഇത് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എൻ്റെ സൈസിലൊരു മുട്ട. അപ്പം ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ കോംബോ. നൂഡിൽസ് ഉണ്ട്, പിന്നെ ചിക്കൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ്. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് 2 വട്ടം. അപ്പോൾ നമ്മളുടെ ഫുഡൊക്കെ വന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഫുഡിന്. ഞങ്ങളിത് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക്
നടക്കാൻ പോവാം. ൈസിനാണോ ടേസ്റ്റ് നൂഡിൽസിനാണോ ടേസ്റ്റ് മുട്ടയിലാണോ ടേസ്റ്റ് സംശയമില്ല. പ്ലേറ്റ് അടുപ്പിച്ച് വയ്ക്ക് മോൻ്റെ അടുത്തേക്ക്. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞു ചേട്ടാ. 10 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരെ കരാമ പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് പാർക്ക് വരെ എന്തൊക്കെയുണ്ടെന്ന് കാണാം കേട്ടോ നമുക്ക്. നമ്മുടെ ദുബായിലെ ഇത് മാറ്റി സമ്മർ സീസൺ ഇനി വിൻ്ററിലേക്ക് ആവാൻ ആയി. അത് പറയാം. നമ്മൾ താമസിക്കുന്ന തൊട്ട് താഴെ ജിമ്മാട്ടോ. ഈ ജിമ്മിൽ രാത്രി 2 മണിക്ക് വന്നാലും വർക്കൗട്ട് ചെയ്യണ്ടാവും ആളുകൾ. ആശുവിന് ഭയങ്കര ഇഷ്ടമാണ് ജിമ്മും കാര്യങ്ങളൊക്കെ. ചമ്മി അവൻ പറയണം അവൻ്റെ അത്രയും മസിൽ അവിടെ വർക്കൗട്ട് ചെയ്യണ അങ്കിളിനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ രാത്രി 10 മണി കഴിഞ്ഞു കേട്ടോ. കരാമേലെ ഇതാണ്. ശരിക്കും വീക്കെൻഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ആളുകളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ എല്ലാവർക്കും നാളെ ജോലിയൊക്കെ ചെയ്യണം, പോകണമല്ലോ. സബീൽ പാർക്കിൽ പോകണടാ, കരാമ പാർക്കിൽ പോകാം. അവൻ പറഞ്ഞത് നമ്മളങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞു, ഇവിടെ തണുപ്പ് കാലം തുടങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശു പോയത്. ആശു പറഞ്ഞ ശരിയാട്ടോ, നമ്മുടെ ഇവിടെ യുഎയിൽ ചൂട് കുറയാൻ പോവാണ്. അതെ, ഇന്ന് 4:44 ചൂട് കാലം കഴിഞ്ഞ് തണുപ്പ് കാലം വരും എന്നൊക്കെയാണ് വാർത്തയില്. കറക്റ്റ് 4:44 അല്ല, അതൊരു ന്യൂസിന് വേണ്ടിയിട്ടായിരിക്കും. എനിവേ നമ്മളുടെ ചൂടൊക്കെ കുറയാൻ പോവാണ്. പക്ഷെ എന്നാലും വലിയ കുറവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കരാമ പാർക്കിലേക്ക് പോവാണ്. സമയം ഒരു 10:30 ആവാറായിട്ടുണ്ടാവും. ആശൂട്ട് എന്തൊക്കെയോ തന്നെ സംസാരിച്ചിട്ട് പോകുന്നു കേട്ടോ. എവിടെ പെട്ടിയിലോ? എന്ത് പെട്ടിയിലാണോ? അത് പെട്ടിയാണോ? ബാഗില് അല്ലേ? ഏത് പാർക്ക്? ഏത് പാർക്ക്? പാർക്കിന്റെ പേരെന്താ? ഇപ്പൊ പോണ സബീൽ പാർക്കിലാ? കരാമ. ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും പോയൊന്ന് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. നമ്മുടെ ഫ്ലൈറ്റ് ആണ് ഗൈസ്. അത് ഫ്ലൈറ്റ് പോകണം. എനിക്ക് അവിടെ നിന്നാണ് ഗൈസ് കിട്ടിയ. ആരാശി ഗൈസ് എന്ന് പറയാൻ പഠിപ്പിച്ചേ? തന്നെ പഠിച്ചാ? ആശുക്കുട്ടപ്പോൾ ദാഹിച്ചു. ഇതെങ്ങടെ അങ്ങോട്ട് പോണേ? ഒന്ന് പോയോ? പാർക്കിങ്ങാണ്. ഞാൻ എടുത്ത് തരണോ?
യാത്ര ചെയ്യാൻ പോവാണ്. കറക്റ്റാ. ഇവിടെ ഒത്തിരി മറിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ സൈഡ്. ഇവിടെ വെയിറ്റ് ചെയ്യാം, അമ്മ ശരിയാക്കി തരാം. അമ്പു ശരിയാക്കാം. അപ്പ വാപ്പ ഇവിടെ വന്നാൽ പിന്നെ ആശുപത്രി ഇത്തിരി നേരം ഇതിൽ കയറും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി റെസ്റ്റാണ്. ആ വണ്ടിയാണ് ഇവിടുത്തെ ദുബായിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവർ വന്നിട്ട് എല്ലാ ദിവസവും നൈറ്റ് വന്നിട്ട് നമുക്കിവിടെയൊക്കെ വേസ്റ്റൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ടാകും. അപ്പോൾ അവിടെ വന്നിട്ട് അവർ കളക്ട് ചെയ്തിട്ടുള്ള ഫുൾ വേസ്റ്റ് ഡെയിലി വരും. ഡെയിലി വരും. നമുക്ക് എന്താ പറയുക, നമ്മളെല്ലാ വേസ്റ്റും ഒക്കെ കൊണ്ട് ഇട്ടാൽ മതി. അതുകൊണ്ട് എന്താ നമുക്ക് അങ്ങനെ വേസ്റ്റ് കൂടുമോ കച്ചറ കൂടുമോ അങ്ങനെ ഒന്നും ആവില്ല കേട്ടോ. കഴിഞ്ഞോ? എന്താ വേണ്ടേ? ഇങ്ങോട്ട് വാ. അവനൊന്നും ഇപ്പം ഞങ്ങളെയും കൊണ്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല കേട്ടോ. ഒക്കെ തന്നെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡുള്ള. ഞങ്ങളും അങ്ങനെ എല്ലാം അങ്ങനെ അങ്ങ് ചെയ്തു കൊടുക്കാറുമില്ല. അവൻ തന്നെ എല്ലാം ചെയ്യുവാണെങ്കിൽ പഠിക്കട്ടെ. നമ്മളങ്ങനെ കരാമ പാർക്കിലെത്തി കേട്ടോ. ഇത് കാണുന്നതാണ് ദുബായ് ഫ്രെയിം. നമ്മളിപ്പോൾ ആ ഒരു സൈഡിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഈ സമയത്തും നിറയെ ആളുകളുണ്ട് കേട്ടോ. വീക്കെൻഡ് അല്ലായിരുന്നിട്ട് കൂടി ആളുകളുണ്ട്. വീക്കെൻഡ് ആണെങ്കിൽ നിറയെ ആളായിരിക്കും കേട്ടോ. കൈ വെച്ച് തുടരുത്തിട്ട മണ്ണ് കാറ്റൊക്കെ ഉള്ളതായിരിക്കും. കാറ്റൊക്കെ വരണതാ. കൈ വെച്ച് തുടരുത് മണ്ണ് കേട്ടോ. ആ ബാഗിൽ ഇത്രയും സാധനങ്ങളായിരുന്നു. ഒരു ടിപ്പർ, JCB, 2 ഫയർ എഞ്ചിൻ, 2 കാറ്. പാശു കളിക്കട്ടെ. ഞാനും ഒരെണ്ണം ഇവിടെ ഇരിക്കാൻ വെച്ചിട്ടാണ്. ഇവിടെ രാത്രി 1 മണി വരെ ഫുൾ ഫാമിലീസ്, പിള്ളേർ, കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് ലൈറ്റ് ഓഫ്. എന്നാലും ഇവിടെ ആൾക്കാരുണ്ടാവും. പുല്ലിലിരുന്നോ? ഞങ്ങളിവിടെ ഇരിക്കാട്ടോ. പുല്ലിന് നനവുണ്ടല്ലോ. ഉണ്ട്. ശരത്കാലം വന്നതിൻ്റെയാണോ? പക്ഷെ അത്രയ്ക്ക് ചൂടില്ല. നമ്മൾ നടന്നതിൻ്റെ ചൂടാ. പിള്ളേർക്ക് ഒരു വാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് പിള്ളേർക്ക് യൂസ് ആവുന്ന ഉണ്ട്. റെയിൻ സാൻഡേഴ്സ് സ്മാർട്ട് എമർജൻസി വാച്ച്. ഇതെവിടെ കിട്ടും? ആമസോണിൽ കിട്ടുമോ? സെർച്ച് ചെയ്യാട്ടാ. സമയം ഇപ്പോൾ 10:30, 10:45 ആ ഒരു ടൈമായിട്ടോ. ഇവിടെ കുറേ പേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ഇരുന്ന് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. പകൽ വന്നാലാണ് പാർക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ പകൽ വന്നാലേ ഭയങ്കര ചൂടാണിപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വരുമ്പോൾ പാർക്ക് കാണിക്കാം. പക്ഷെ ഒരുപാട് വീടുകൾ കരാമ പാർക്ക് കണ്ടിട്ടുണ്ടാവില്ലേ. കരാമയുടെ മെയിൻ ഒരു സ്ഥലം കേട്ടോ. കണ്ടോ, ഷോപ്പൊന്നും അടച്ചിട്ടില്ല. എല്ലാവരും ഉണ്ട്. പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് പേര് ഇവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫുട്ബോളും കളിക്കാറുണ്ട് കേട്ടോ. കുഞ്ഞുകുട്ടികൾ സൈക്കിൾ ഓട്ടാൻ വരാറുണ്ട്. പിന്നെ കുറേ പേര് ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ എനിക്കിവിടെ ദുബായിൽ വന്നിട്ട് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിറയെ പൂച്ചകളാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കര വെറുപ്പാണ് എനിക്ക് പൂച്ച പറഞ്ഞാൽ. അത് ചിലപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കേൾക്കുമ്പോൾ ദഹിക്കില്ല. പക്ഷേ എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ പൂച്ച ഒരു പേടി ഇട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് പോലും ആ ഒരു പേടി മാറിയിട്ടില്ല. അപ്പോൾ എനിക്ക് പൂച്ചേനെ പൊതുവെ ഇഷ്ടമല്ല.
ഞാൻ തൊടുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല, പക്ഷെ ഉപദ്രവിക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ ദേ ഇത് കണ്ടോ, നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിലായിട്ട് ബുർജ് ഖലീഫ ഒരു ഫ്രെയിം പോലെ നിൽക്കുക. എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ കാണുമ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബുർജ് ഖലീഫ നിൽക്കും പോലെ ഉണ്ട്, പക്ഷേ ഇത് തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ദൂരമുണ്ട് കേട്ടോ, പക്ഷെ നല്ല രസമല്ലേ. ആശുകൂട്ടം മെയിനായിട്ട് മണ്ണിൽ കളിക്കാനാണ് ഇവിടെ വരുന്നത്. പക്ഷേ എനിക്കിവിടെ അത്ര കളിപ്പിക്കാൻ അത്ര മനസ്സില്ല. എന്താ വെച്ചാൽ പറഞ്ഞ പോലെ തന്നെ നിറയെ പൂച്ചകളുണ്ട്, അപ്പോൾ അതുകൊണ്ട് മണ്ണിൽ കളിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഞാൻ പറയും കൈകൊണ്ട് ടച്ച് ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ പിള്ളേർ എത്ര നേരം എന്ന് വെച്ചിട്ടാണ് മണ്ണിലൊന്നും തൊടിക്കാണ്ടിരിക്കുക. എനിക്ക് മണ്ണിൽ കളിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. വൃത്തിയുള്ള സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ഒന്നും അത്ര വിശ്വസിക്കാൻ പറ്റില്ല, കാരണം നിറയെ പൂച്ചകളാണ്. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഒരു 12-12:30 വരെ ഇരിക്കാമെന്ന് വിചാരിക്കണം. അതിനിടയ്ക്ക് അവന് ഉറക്കം വരില്ലാന്ന് തോന്നുന്നു, കാരണം നമ്മൾ നേരത്തെ കുറേ നേരം കിടന്ന് ഉറങ്ങിയതാണല്ലോ. ഒരു ശരത്തും വന്നിട്ടില്ല കേട്ടോ, ചൂടിന് ഒട്ടും ശമനമില്ല. ഇവർ 4:44 ശരത്കാലം വരും എന്ന് പറയുമ്പോൾ ശരത്കാലം എന്തായി? അതെ, കുറച്ചെങ്കിലും അടിക്കണമല്ലോ. ഇനിയിപ്പോൾ ഗ്രാജുവലി മാറും, ഇങ്ങനെ ക്ലൈമറ്റ് മാറി തണുപ്പാവും. പക്ഷെ ഞാൻ വന്ന സമയത്തുണ്ടല്ലോ, ഒരു 2-3 മണി ആവുന്ന സമയത്ത് നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈകിട്ട് ഉച്ചയ്ക്ക് ആഫ്റ്റർനൂൺ 2-3 o'clock ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. നല്ല കിട്ടാന്ന് പറയുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം അത്രയും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഒന്ന് ചിരിച്ചാൽ മതി. ആശുപത്രിയുടെ റിക്വസ്റ്റ് ആണ്, നമുക്ക് ഒരു ദിവസം വരുമ്പോൾ മാറ്റ് കൊണ്ടുവരണം, കൂടാണ്ട് KFC ഓർഡർ ചെയ്ത് ഇവിടെ വരാം. അത് നമുക്ക് സബീൽ പോകാം. കേട്ടോ, ആശ് പറയുന്ന പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സബീൽ പാർക്കാണ് ബെസ്റ്റ് പ്ലേസ്. മാറ്റൊക്കെ വിരിച്ച് എടുത്ത് നമുക്ക് തണുപ്പായിട്ട് പോകാം. ഇനി സബീൽ പാർക്കിലും പോകുമ്പോൾ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈ ഒരു നൈറ്റ് ടൈമിലൊക്കെ പോകുമ്പോൾ, പക്ഷെ എന്തായാലും സബീൽ പാർക്കിൽ ടൈമുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ടൈമില്ല, ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസാണ് സബീൽ പാർക്ക് എന്ന് പറഞ്ഞാൽ. 12 o'clock അല്ല, മേ ബി ഇനിയിപ്പോൾ വിൻ്റർ സീസൺ ആവുന്ന സമയത്ത് മേ ബി ടൈം എക്സ്പെൻഡ് ചെയ്യുമായിരിക്കാം, ബട്ട് ലാസ്റ്റ് ടൈം 11 o'clock, റൈറ്റ്, ടിൽ 11 o'clock. എന്താണെങ്കിലും ഞങ്ങൾ ഇച്ചിരി നേരം പാട്ട് കേട്ടിരിക്കാൻ പോകുന്നു. അതെ, ഞങ്ങൾ ഇച്ചിരി പാട്ട് കേട്ടിട്ട് റെസ്റ്റിംഗ് ടൈം. അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ 12 മണിയായില്ലേ? 12 മണി കഴിഞ്ഞു. 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് ഇനി റൂമിലേക്ക് പോവാണ്. ആശ് ബേബി കുറേ കളിച്ചു. ആശ് ബേബി ഇപ്പോഴും വീട്ടിലേക്ക് പോകണ്ടെന്നുള്ളൊരു മട്ടിലാണ്. പിന്നെ ഞങ്ങൾ 12 മണിയൊക്കെ വരെ ഇരുന്നില്ലേ, പോവാൻ വിചാരിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, എന്നാൽ നമ്മുടെ ഒരു കുഞ്ഞു വൈകുന്നേരമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye. ബൈ. Bye.